ഐ ആം നോട്ട്, ലോകത്തെ എല്ലാ യുക്തിവാദികളും ഉന്നയിക്കുന്നത് തന്നെയാണ് ഈ ചോദ്യം. ബർട്രൻഡ് റസ്സൽ അദ്ദേഹത്തിൻ്റെ വൈ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകത്തിൽ ഇതേ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ബർട്രൻഡ് റസ്സൽ പിന്നെ ഒരു കാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം പിന്നെ അണാമഡ് വിക്ടറി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇതിനൊക്കെ പിന്നെ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ അന്വേഷണത്തിന് അതിര് നിശ്ചയിക്കരുതെന്ന്. ദൈവവിശ്വാസം ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കണതിൽ അർത്ഥമല്ലല്ലോ. അപ്പോൾ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അന്വേഷണത്തിന് അതിര് വെക്കരുതെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ ഇതേ കാര്യം മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും പരിമിതികളുണ്ട്, അല്ലേ? പരിമിതിയുണ്ട്, പരിവർത്തനമുണ്ട്, പരാശ്രയത്വമുണ്ട്, സ്വാഭാവികത്വമുണ്ട്, ആപേക്ഷികത്വമുണ്ട്. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണത എന്ന ഒരു പെർഫെക്റ്റ്നെസ് എന്നുള്ള സംഗതി മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്, മനുഷ്യൻ അഭിലഷിക്കുന്നതാണ് പൂർണ്ണത. പക്ഷെ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളെ നോക്കുകയാണെങ്കിലും ലിമിറ്റേഷൻസ്, പരിമിതിയുണ്ട്. അതുപോലെ തന്നെ ചേഞ്ച്, പരിവർത്തനമുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഡിപ്പെൻഡൻസി, പരാശ്രയത്വമുണ്ട്. അതേപോലെ തന്നെ സ്വാഭാവികത്വമുണ്ട്. അങ്ങനെ ആപേക്ഷികത്വമുണ്ട്. എല്ലാ വസ്തുക്കളും നോക്കുകയാണെങ്കിൽ, പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നോക്കുകയാണെങ്കിലും, ചരാചരങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും പരിമിതി ഉണ്ടാവും. ഇപ്പം നമ്മളെ ഈ കോളേജ് ഇത്രയേ ഉള്ളൂ, ഈ നാട് ഇത്രയേ ഉള്ളൂ, ഈ ഭൂമി ഇത്രയേ ഉള്ളൂ. അങ്ങനെ പോയാൽ ഓരോന്നിനും പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ പരിമിതി അപൂർണതയെ സൂചിപ്പിക്കുന്നു. പരിവർത്തനമുണ്ട്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയല്ലേ? എല്ലാം മാറ്റത്തിന് വിധേയമാണല്ലോ. ലോകത്തെല്ലാം മാറ്റത്തിന് വിധേയമാണ്, ചേഞ്ചിന് വിധേയമാണ്. പരിമിതിയുണ്ട്, പരിവർത്തനമുണ്ട്. പരാശ്രയത്വം, സ്വന്തം നിലനിൽക്കാൻ പറ്റുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, ഒരു വസ്തുവിനും പറയാൻ പറ്റില്ല. പരാശ്രയത്വമുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികത്വം, ആരോഗ്യം ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ വരൂല. പല കാര്യങ്ങൾക്കും നമ്മൾ ഉപാധി വെച്ചുകൊണ്ടല്ലേ പറയാം, സ്വാഭാവികത്വം. പിന്നെ ആപേക്ഷികത്വം അല്ലേ? ഏതിനെ നമ്മൾ വലുത് അറിയൽ, മറ്റു പലതിനെ അപേക്ഷിച്ച് വലുത്. ചെറുത് അറിയൽ, മറ്റു പലതിനെ അപേക്ഷിച്ച് ചെറുത്. സുന്ദരം എന്ന് പറയൽ, മറ്റു പലതിനെ അപേക്ഷിച്ച് സുന്ദരം. വിരൂപം എന്ന് പറയൽ, മറ്റു പലതിനെ അപേക്ഷിച്ച് വിരൂപം. അങ്ങനെയാണല്ലോ, എല്ലാറ്റിനും ആപേക്ഷികമാണല്ലോ, ഒക്കെ ആപേക്ഷികം തന്നെ. ഈ ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ. ഈ ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഇയാളുടെ കവിത, തെറഫയുടെ കവിതയിൽ പറയുന്നില്ലേ, ഒരൂല സലാസുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫത്ത എന്നുള്ള മൂന്നാമത്തെ വരി, ഓ തഖ്സീറു യൗമിദ്ദിജിനി വദ്ദിജിനു മുഅജിബുൻ ബി ബഹ്കാനത്തിൻ തഹത്തൽ അബായിൽ മുഅബ്ബദിലെ. തഖ്സീറു യൗമിദ്ദിജിനി, മഴ ദിവസത്തെ ചുരുക്കുക, മഴ ദിവസത്തിൻ്റെ നീളം കുറക്കുക. ഒരു സുന്ദരിയായ നല്ല തടിച്ച ഒരു പെണ്ണിനെ കൂടാരത്തിൽ ഓളയും കൂട്ടിങ്ങാണ്ട് കിടന്നിട്ട് ആ കടുത്ത മഴയുള്ള ദിവസം മഴ ദിവസത്തിൻ്റെ നീളം കുറക്കുകയാണ്. അതെന്നെ ഐൻസ്റ്റീൻ. അപ്പോൾ ആപേക്ഷിക സിദ്ധാന്തം അന്ന് തന്നെ ഓരോക്കെ ചിന്തിച്ചിരുന്നു. ആ കവിതകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസത്തിൻ്റെ വലിപ്പം കൂടലും കുറയലും ഒക്കെ എപ്പോഴാണ് അത് അങ്ങനെ. ഐൻസ്റ്റീനെ പറ്റി തന്നെ സാധാരണ ഒരു തമാശ പറയലുണ്ട്, ആപേക്ഷിക സിദ്ധാന്തം പഠിപ്പിച്ചിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഒരു മെഴുകുതിരി എത്തിച്ചിട്ട് കുട്ടികളോട് പറഞ്ഞത്രേ, ഇതുമേലേക്ക് കയ്യിൻ്റെ വിരൽ കാണിക്കുന്നു. കയ്യിൻ്റെ വിരൽ മെഴുകുതിരി കത്തിച്ച മേലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സമയം എത്രയും നീങ്ങണില്ല. അങ്ങനെ പിന്നെ ഇനി അത് എടുത്തേച്ച് കണ്ട് അതിനെ കാമുകിയെ കൊണ്ടുവന്ന് കണ്ട് മുന്നിലിരുത്തിയിട്ട് ഓളങ്ങനെ മുഖത്ത് നോക്കി കുത്തിരിക്കുകയാണ്. അപ്പോൾ ഓളം മുഖത്ത് നോക്കുമ്പോൾ സമയം അല്ലേ, അപ്പോൾ സമയം എത്ര പെട്ടെന്നാണ് പോകേണ്ടത് അറിയണമില്ല. അപ്പോൾ ഒരേ സമയം തന്നെയാണല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ ഐൻസ്റ്റീൻ അങ്ങനെ ഉദാഹരണത്തിൽ തമാശ അറിയലുണ്ട്, ഐൻസ്റ്റീൻ ഉദാഹരണത്തിൽ കൂടി പറഞ്ഞു കൊടുത്തു കുട്ടിയേക്ക്. അതെന്തായാലും പിന്നെ ഇങ്ങനെ അപ്പോൾ പരിമിതിയില്ലാത്ത, പരിവർത്തനമില്ലാത്ത, പരാശ്രയത്വമില്ലാത്ത, സ്വാഭാവികത്വമില്ലാത്ത, ആപേക്ഷികത്വമില്ലാത്ത ഒരസ്തിത്വമാണ് പൂർണ്ണതയുടെ അസ്തിത്വം. അപ്പോഴാണ് ഇതെല്ലാം ഡിഫക്റ്റുകളാണ്, ഇതൊക്കെ കുറവുകളാണ്. ഈ കുറവുകളൊന്നുമില്ലാത്ത ഒരസ്തിത്വം, ആ അസ്തിത്വത്തെ സംബന്ധിച്ചാണ്, അതാണ് ആദ്യമേ ഉള്ള അസ്തിത്വം. അപ്പോൾ ഈ ദൈവം ആണ് പ്രപഞ്ചത്തിന് ഉത്ഭവം നൽകിയത് എന്നുള്ള കാര്യം അതുപോലത്തെ മനുഷ്യലോകത്തിന് ഒറ്റ ആയത്തിൽ തന്നെ രണ്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരേ ആയത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞു തരുന്നത് പിന്നെ അവലമിറല്ലദീന കഫറു അന്ന സമാവാതി വൽ കാനത റത്ഖൻ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മായി കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ തദക്കറുൻ. പിന്നെ തദക്കറുൻ, ഇപ്പോൾ അഫലാ യൂമിനൂൻ. പിന്നെ ആകാശവും ഭൂമിയൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മളത് വേർപെടുത്തി അതേ ആയത്തിൽ തന്നെ
പിന്നെ പറയണേ വജഅൽനാ മിനൽ മായി കുല്ല ഷൈഇൻ ഹയ്യ്. അപ്പോൾ ഉത്ഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിന്നെ ജീവോൽപത്തിയെ സംബന്ധിച്ച് ഒരേ ആയത്തിൽ തന്നെ അള്ളാഹു തആല പഠിപ്പിക്കണം. രണ്ട് ഉത്ഭവത്തെ സംബന്ധിച്ച് പഠിപ്പിക്കണം. അപ്പോൾ കോസ്മോളജി എന്ന് നമ്മൾ കാണുമ്പോൾ ആ കോസ്മോളജിയെ ദൈവശാസ്ത്രവുമായിട്ട് തിയോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നിനും തുല്യമല്ലാത്ത, മറ്റൊന്നും പോലെ അല്ലാത്ത ഒരു അസ്തിത്വം, എന്നും നിലനിൽക്കുന്ന ഒരു അസ്തിത്വം, ആശ്രയം വേണ്ട ലൈസ കമിസ്ലി ഷൈഉൻ. അള്ളാഹു സുബ്ഹാനഹു തആലയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത് അത്തരത്തിലാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു അതുല്യനാണ്, അവനെപ്പോലെ ഒന്നുമില്ല. അതുപോലെ തന്നെ ആശ്രയത്വമില്ലാത്ത യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. സ്വാശ്രയത്വം, മറ്റെല്ലാം ആശ്രയം വേണ്ടതാണ്, പക്ഷേ അള്ളാഹു എന്ന അസ്തിത്വം ആശ്രയത്വം ഇല്ലാത്തവനാണ്. അതുപോലെ തന്നെ പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവൻ, ഓംനിപൊട്ടൻ്റ് അള്ളാഹിനെ പറ്റി പറയണത് തന്നെ ഖാദിറുൻ അലാ കുല്ലി ഷൈ എന്നല്ലേ പറയണത്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാം അറിയുന്ന ഓംനീഷ്യൻ്റെ യഅലമു മാഫി സമാവാതി വമാഫിൽ അർളി, എല്ലാം അറിയുന്ന, അതേപോലെ തന്നെ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പിന്നെ ഡിഫക്റ്റുകളൊന്നുമില്ലാത്ത ഒരു അസ്തിത്വമായിട്ട്, എല്ലായിടത്തുമുള്ള അസ്തിത്വമായിട്ട്, അതിനകത്ത് വല്ലു ഫസമ്മ വജുഹുല്ലാഹി. അതുപോലെ പിന്നെ എല്ലാം അറിയുന്ന, എത്രത്തോളം വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വഅന അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് എന്ന് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ പ്രപഞ്ചം എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇനി ഇന്ദ്രിയം എത്ര 5 ആണെങ്കിലും 20 ആണെങ്കിലും ഇനി അതിൻ്റെ അപ്പുറമാണെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്നല്ലോ പ്രപഞ്ചം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആകാശം, പിന്നെ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി എല്ലാം സൂര്യൻ, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതിനെ പറ്റിയാണ് പ്രപഞ്ചം എന്ന് പറയാം. നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ ശരിക്ക് മനുഷ്യനും അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, ഏതായാലും അത്തരത്തിലുള്ള ഈ ജീവജാലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള ചിന്ത, ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ കോസ്മോളജി എന്ന് പറയുന്നത്. ആ ചിന്തയനുസരിച്ച് പിന്നെ ഭൗതികവാദികൾ പറയുന്ന പദാർത്ഥവാദം, ആ പദാർത്ഥവാദത്തിൽ പിന്നെ പദാർത്ഥത്തിന് ആദി കാരണമാവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് പദാർത്ഥത്തിൻ്റെ ക്വാളിറ്റീസും അതുപോലെ തന്നെ പിന്നെ ക്വാളിറ്റീസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ചത്തിന് ഉത്ഭവം നൽകിയത്. അതുപോലെ തന്നെ ഈ അനന്തമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് ഉത്ഭവം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ചിന്തയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് യുക്തി സംതൃപ്തമാവുള്ളൂ. കാരണം മറ്റത് പദാർത്ഥമാണ് എന്നുള്ളത് എത്തേണ്ടി വരും. പക്ഷേ ശാസ്ത്രമാണെങ്കിൽ ശാസ്ത്രം പറയുമ്പോൾ ശാസ്ത്രം പറഞ്ഞു എന്ന് അതിനെതിരായിട്ട് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ചിന്തകൾ അപ്പോൾ അത് എപ്പോഴും മൂന്ന് തരത്തിലുള്ള പ്രപഞ്ച വീക്ഷണങ്ങൾ ലോകത്ത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് കാണുമ്പോൾ 3 തരത്തിലുള്ള ചിന്തകളെ നമുക്ക് കാണാൻ സാധിക്കാം. ഒന്ന് ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ച വീക്ഷണമായിരിക്കും, പിന്നൊന്ന് തത്വചിന്തയുടെ പ്രപഞ്ച വീക്ഷണമായിരിക്കും, മൂന്നാമത്തത് മതത്തിൻ്റെ പ്രപഞ്ച വീക്ഷണമായിരിക്കും. ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ച വീക്ഷണത്തെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ്, ഒരു അഭ്യൂഹം ഉണ്ടാവും. ആ അഭ്യൂഹം പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അത് ശരിയാണെന്ന് സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കും. ഏതുവരെ ശരിയാണെന്ന് വിശ്വസിക്കുക? അതല്ലാത്ത മറ്റൊന്നാണ് ശരിയെന്ന് സമർത്ഥിക്കപ്പെടുന്നത് വരെ അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ച വീക്ഷണത്തെ ഒരിക്കലും ഒരു ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനമാക്കാൻ പറ്റൂല. ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനമാക്കണമെങ്കിൽ അതിന് സ്ഥായിത്വം വേണം. ശാസ്ത്രത്തിന് സ്ഥായിത്വമില്ല, സ്ഥിരതയില്ല. ശാസ്ത്രത്തിന് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശാസ്ത്രത്തിന് സ്ഥായിത്വമില്ലാത്തത് കൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തെ ഒരു ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനമാക്കാൻ പറ്റൂല. കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ് മനുഷ്യന് വേണം. ജീവജാലങ്ങളെല്ലാം പ്രപഞ്ചത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനാണ് പ്രപഞ്ചത്തെ അറിയുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ അനുഭവിച്ചാൽ പോരാ, അനുഭവിച്ചാൽ മതി എന്നുള്ളവരുണ്ടാവും. പക്ഷേ അതൊക്കെ ജീവജാലങ്ങളുടെ തലത്തിലുള്ളവരാകുമ്പോഴാണ്. മനുഷ്യന് പ്രപഞ്ചത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, വ്യാഖ്യാനിക്കണം ചെയ്യണം. മറ്റ് ജീവജാലങ്ങൾ പ്രപഞ്ചത്തെ അനുഭവിക്കുക മാത്രം ചെയ്യുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തെ അനുഭവിക്കുക മാത്രമല്ല, അറിയുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം കാണണം. അതിന്
പിന്നെ ആശ്രയിക്കാനുള്ള മൂന്ന് സ്രോതസ്സുകളാണ്. ഒന്ന് ശാസ്ത്രമാണ്. അപ്പോൾ ശാസ്ത്രത്തെ പക്ഷേ അതിന് പറ്റൂല. കാരണം ശാസ്ത്രത്തിന് പല വിവരവും നമുക്ക് തരാൻ പറ്റും. ഒരു ഇലയെപ്പറ്റി തന്നെ ഒരു പുസ്തകം എഴുതാൻ വേണമെങ്കിൽ ശാസ്ത്രത്തിന് സാധിക്കും. ചെറിയൊരു ഇലയെപ്പറ്റി തന്നെ വലിയൊരു ബുക്ക് എഴുതാൻ ശാസ്ത്രത്തിന് സാധിച്ചു എന്ന് വരും. അങ്ങനെയൊക്കെ ആകുമ്പോഴും ശാസ്ത്രത്തിൻ്റെത് അഭ്യൂഹമാണ്. ഈ അഭ്യൂഹം നിരീക്ഷണത്തിൽ കൂടി ശരിയാണ് എന്ന് തൽക്കാലം ബോധ്യപ്പെട്ടാൽ അത് ആ അഭ്യൂഹം ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഏതുവരെ? മറ്റൊന്നാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് വരെ. അതുകൊണ്ടാണല്ലോ എത്രത്തോളം ചെറിയ ചെറിയ കാര്യങ്ങളടക്കം മനുഷ്യൻ്റെ തൊള്ളയിൽ, ആണിൻ്റെയും പെണ്ണിൻ്റെയും തൊള്ളയിലെ പല്ല് പിന്നെ വ്യത്യാസം ഉണ്ടെന്നാണല്ലോ ആദ്യം വിശ്വസിച്ച് അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽക്ക് വിശ്വസിച്ച് വരികയാണ്. ആണിൻ്റെയും പെണ്ണിൻ്റെയും തൊള്ളയിലെ പല്ലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്ന്. പിന്നെ ഗലീലിയോ വരുമ്പോഴാണല്ലോ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷ് ഇത് പഠിപ്പിച്ചപ്പോൾ ഗലീലിയോ പിന്നെ സാറേ ഇത് ശരി തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു എന്താണോ തനിക്ക് സംശയം പറഞ്ഞതാണ് പഠിച്ചാൽ പോരെയായിരുന്നു, എങ്ങനെയാണ് ഒരു ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ സാറ് അവനെ കളിയാക്കി. അപ്പോൾ അവൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് മമ്മി ഓപ്പൺ യുവർ മൗത്ത് ഒന്ന് തൊള്ള ഉറക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണി നോക്കി. പിന്നെ ഡാഡി ഓപ്പൺ യുവർ മൗത്ത് ഒന്ന് തൊള്ള ഉറക്കിയെന്ന് പറഞ്ഞു. പിന്നെ അയലൊക്കെ രണ്ടാളെപ്പറ്റി പരിശോധിച്ചാൽ മാത്രം ശാസ്ത്രതത്വമാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഒരുപാട് അയലോകത്തും ബാക്കിയുള്ളവരൊക്കെ കുറേ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ തൊള്ളയിലെ പല്ലെണ്ണി വെക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതുവരെ ആലോചിച്ച് നോക്കി. അതുവരെ ഉണ്ടായിരുന്ന സയൻസ് എന്താ? അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽക്കുള്ള സയൻസ് തന്നെ ഇപ്പോൾ മനുഷ്യൻ്റെ തൊള്ളയിലെ പല്ലിൻ്റെ എണ്ണ വ്യത്യാസം, ആണിൻ്റെയും പെണ്ണിൻ്റെ തൊള്ളയിലെ പല്ലിൻ്റെ എണ്ണ വ്യത്യാസം. പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോൾ ശാസ്ത്രം എന്ത് തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിലും കാരണം ശാസ്ത്രത്തിൻ്റെ പരിമിതിയാണല്ലോ ഇത്. പിന്നെ ഇവിടെ എന്ന് മാത്രമല്ല ശാസ്ത്രം പിന്നെ ബഹിർമുഖം. ശാസ്ത്രം തനി ബഹിർമുഖമാണ്. പുറത്തുള്ള കാര്യം ശാസ്ത്രത്തിന് പഠിക്കാൻ പറ്റുള്ളൂ. ഏത് കാര്യത്തിനും അന്തർമുഖമുണ്ടാവും. ആ അന്തർമുഖത്തിലേക്ക് ശാസ്ത്രത്തിന് എത്താൻ പറ്റൂല. അതവിടെ ചോദ്യം ചോദിക്കും ഉത്തരം പറയുകയൊക്കെ ചെയ്തല്ലേ. ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവിനെ പറ്റിയുള്ള പഠനം, മനുഷ്യനെ പറ്റിയുള്ള പഠനം പോലും കംപ്ലീറ്റ് ആവണമെങ്കിൽ ആത്മാവിനെ പറ്റിയുള്ള പഠനം വരണമല്ലോ. പക്ഷെ അതൊന്നും ശാസ്ത്രത്തിന് അതൊന്നും വിഷയം തന്നെയാവില്ല. കാരണം ശാസ്ത്രം ആത്മാവിനെ പറ്റി എങ്ങനെ ആത്മാവ് വരണമെന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുമല്ലേ നമ്മളെ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മളെ ഇന്ത്യ രാജ്യത്ത് നേരത്തെ മനുഷ്യാത്മാവിൻ്റെ അനശ്വരതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അത് മാറിയത് ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസായി, സെക്യുലർ എഡ്യൂക്കേഷനായി. അപ്പോൾ സെക്യുലർ എഡ്യൂക്കേഷൻ നൽകപ്പെടുന്ന സ്ഥാപനങ്ങളിലൊന്നും ആത്മാവിനെ പറ്റി പഠിപ്പിക്കൂല. മുമ്പ് ഹഡ്സൺ പറഞ്ഞ മാതിരി അമേരിക്കയിലെ ഒരു വലിയ ചിന്തകൻ ഹഡ്സൺ, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധ്യാപകന് ഒരു നായ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാഷ് ഹഡ്സൺ പറയാൻ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സാമുവൽ ഹഡ്സൺ, അദ്ദേഹത്തിൻ്റെ മാഷക്ക് ഒരു നായ ഉണ്ടായിരുന്നു. ആ നായി സ്കൂളിലേക്ക് വരും. മാഷ് വരുന്നിടത്തൊക്കെ നായും വരും. കാരണം അമേരിക്ക എല്ലാവർക്കും വരാൻ പറ്റുമല്ലോ. നായിന് അങ്ങനെ തടസ്സമൊന്നും ഉണ്ടാവില്ല എവിടേക്കും വരുന്നതിന്. വളരെ പ്രിയപ്പെട്ടതല്ലേ. അവിടെ സുൽഫിക്കാർ അലി ഭൂട്ടോനെ പറ്റി പറയലുണ്ടല്ലോ. മൂപ്പര് ഇപ്പം അവിടെ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയപ്പോൾ സുൽഫിക്കാർ അലി ഭൂട്ടോ ഇന്ത്യൻ ഡോഗ്സ് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി, ഒച്ചമുടിയൊക്കെയായി. അപ്പോൾ ഞാൻ എവിടുന്നാണ് പ്രസംഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ചോദിച്ചു. ഞാൻ അമേരിക്കയിൽ നിന്നല്ലേ. അമേരിക്കയിൽ നിന്നാകുമ്പോൾ ഞാൻ ഡോഗ്സ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഡോഗ് എന്ന് വിളിച്ചാൽ പ്രിയപ്പെട്ടവരെന്നല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ സുഹൃത്തുക്കൾ ഇറങ്ങിപ്പോകണമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ബൂട്ടോ ചോദിച്ചു. തരേ ബൂട്ടോ ഭയങ്കര വാചാലനായിരുന്നല്ലോ. അദ്ദേഹം ഭയങ്കര ഫയറി ഓറേറ്റർ ആയിരുന്നു. ഭയങ്കര വാചാലമായി സംസാരിക്കാൻ പറ്റുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഹഡ്സൻ്റെ മാഷക്ക് നായ ഉണ്ടായിരുന്നു. നായ എല്ലായിടത്തേക്കും വരും. അങ്ങനെ ഹഡ്സൺ പറയാം അവസാനം ഞാൻ ഒരിക്കൽ അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും നായിനോട് ഭയങ്കര ലോഹിയായി, ബന്ധായി, അടുപ്പായി. അങ്ങനെ നായി ചത്തപ്പോൾ എല്ലാവരും നിലവിളിച്ചാൻ തുടങ്ങി. അതിൽ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര നിലവിളി. നായിൻ്റെ ശവസംസ്കാരം നടക്കുകയാണ്. അപ്പോഴും കുട്ടികൾ നിലവിളിച്ചു. അപ്പോൾ എൻ്റെ മാഷ് ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു തരേ, കുട്ടികളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയണത്? എവരി വൺ വിൽ ഡൈ ആൻഡ് വിൽ ബി ബറീഡ് ലൈക്ക് ദിസ് ഡോഗ്. എല്ലാവരും ചാവും ഈ നായിനെ കുഴിച്ചിട്ടമാതിരി കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നു. അപ്പോൾ ഹഡ്സൺ പറഞ്ഞു എൻ്റെ സങ്കടം കൂടി. ഞാനിങ്ങനെ ആലോചിച്ചു, മനുഷ്യനും നായും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലേ? നമ്മൾ മനുഷ്യന് മറ്റു ജന്തുക്കളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് വല്ലാത്ത വിഷമമായി എനിക്ക്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ ചോദിച്ചു എന്താ മോനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണത് എന്ന്. അപ്പോൾ പറഞ്ഞു എന്തേ സ്കൂളിൽ നിന്ന് വല്ല പണിഷ്മെൻറ്റും കിട്ടിയോ, അതല്ലെങ്കിൽ മാഷ് എന്നിട്ട് ചീത്ത അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മാഷ് ചീത്ത അറിഞ്ഞതും പണിഷ്മെൻറ്റ് കിട്ടിയതൊന്നുമല്ല അമ്മേ, ഞങ്ങളെ മാഷൊക്കെ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായി ചത്തപ്പോൾ ഞങ്ങൾക്ക് അല്ലാത്ത സങ്കടം. അങ്ങനെ നായിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടപ്പോഴേ ഞങ്ങളെല്ലാവരും പാടെ കരഞ്ഞപ്പോൾ മാഷ് വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ വെച്ചാൽ എന്തിനാ ഞങ്ങൾ കരയണത്? എവരി വൺ വിൽ ഡൈ ആൻഡ് വിൽ ബി ബറീഡ് ലൈക്ക് ദിസ് ഡോഗ്. എല്ലാവരും ചാവും ഈ നായിനെ കുഴിച്ചിട്ടമായി കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, നായും മനുഷ്യനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതാണ് എനിക്കുണ്ടായ വിഷമം. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു,
വാട്ട് യുവർ മാസ്റ്റർ ടോൾഡ് ഹാഫ് ഓഫ് ഇറ്റ് ട്രൂത്ത് ആൻഡ് ഹാഫ് ഈസ് അൺട്രൂത്ത്. എൻ്റെ മാസ്റ്റർ പറഞ്ഞ് പകുതി സത്യവും പകുതി അസത്യമാണ്. എവരി വൺ ഹാസ് എ സോൾ ആൻഡ് ദ സോൾ വിൽ കണ്ടിന്യൂ ടു ലീവ് ഫോർ എവർ. എല്ലാ ജീവികൾക്കും എല്ലാവർക്കും ഒരു ആത്മാവുണ്ട്, ഓരോരുത്തർക്കും ഒരു ആത്മാവുണ്ട്, ആത്മാവ് എന്നൊന്നും നിലനിൽക്കും. അപ്പോൾ അടിച്ചന്മാർ അപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ഞാൻ ആരാണെന്ന് മനസ്സിലായത്. മനുഷ്യനും മറ്റു ജന്തുക്കളും തമ്മിലുള്ള വ്യത്യാസം അപ്പോഴാണ് തിരിഞ്ഞത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ അന്വേഷണവും പഠനമൊക്കെ തന്നെ ബഹിർമുഖമേ ആവുള്ളൂ, അന്തർമുഖമാവില്ല. പ്രപഞ്ചത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതേസമയത്ത് നമ്മളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലിമുൽ ഗൈബി വ ഷഹാദത്ത്, ഗൈബുണ്ടല്ലോ, രണ്ടുണ്ട്. ഗൈബിലേക്കും പ്രവേശിക്കാൻ പറ്റണം, ഷഹാദത്തിലേക്കും പ്രവേശിക്കാൻ പറ്റണം. ശാസ്ത്രം ഷഹാദത്തിൻ്റെ ലോകത്തേ ഉണ്ടാവുള്ളൂ, ബാഹ്യലോകത്തല്ലേ ഉണ്ടാവുള്ളൂ. ബഹിർമുഖമാണ് ശാസ്ത്രത്തിൻ്റെ അന്വേഷണങ്ങളൊക്കെ, അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ പ്രപഞ്ചത്തിനൊരു ഉള്ളും പുറവും ഉണ്ടല്ലോ. പുറത്തെ പറ്റി മാത്രമുള്ള പഠനമായിട്ടുണ്ടെങ്കിൽ ഉള്ളു പഠിക്കാതെ ഉള്ളും പുറവും പഠിക്കുമ്പോഴേ അല്ലേ യഥാർത്ഥത്തിലുള്ള പഠനമാവുള്ളൂ. ആ മനുഷ്യനെ പറ്റി പഠിക്കുകയാണെങ്കിൽ പോലും അവൻ്റെ ആത്മാവിനെ പറ്റി പഠിക്കില്ല എന്ന് വെച്ചാൽ പുറം മാത്രമേ പഠിക്കണുള്ളൂ. അതേപോലെ അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ചവീക്ഷണം, ലോകവീക്ഷണം, ശാസ്ത്രം ലോകവീക്ഷണം നടത്തുന്ന, ലോകത്തെപ്പറ്റി പഠിക്കുന്നതും ഗവേഷണം നടത്തുന്നതും ഒക്കെ തന്നെ ഇങ്ങനെയായിരിക്കും. അതുതന്നെയാണ് ഇവിടെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദത്തിൻ്റെ ബേസ് അത് തന്നെയാണ്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ തന്നെ റേഷണലിസം ഈസ് ആഫ്റ്റർ ഓൾ ദ വെയിങ് ഓഫ് എവിഡൻസ് ബൈ ക്ലിയർ തിങ്കിങ് ആൻഡ് ഷിഫ്റ്റിംഗ് ട്രൂത്ത് ഫ്രം ഫാൾസ്ഹുഡ് ഇൻ ഓൾ ദി മാറ്റേഴ്സ് എമിനബിൾ ടു ഇൻവെസ്റ്റിഗേഷൻ എന്ന യുക്തിവാദത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാ പറയാം. റേഷണലിസം ഈസ് ആഫ്റ്റർ ഓൾ ദ വെയിങ് ഓഫ് എവിഡൻസ്, തെളിവുകൾ തൂക്കി നോക്കുക. ബൈ ക്ലിയർ തിങ്കിങ് ആൻഡ് ഷിഫ്റ്റിംഗ് ട്രൂത്ത് ഫ്രം ഫാൾസ്ഹുഡ്, തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ച് കണ്ടുകൊണ്ട് എന്ത് വിഷയത്തിൽ ഇൻ ഓൾ ദി മാറ്റേഴ്സ് എമിനബിൾ ടു ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിന് വിധേയമാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം, അന്വേഷണത്തിനും പഠനത്തിനും വിധേയമാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം. അപ്പോൾ ഇവിടുന്നാണ് പോയ ദൈവവിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അതുപോലെ നമ്മൾ ആലമുൽ ഗൈബ് എന്ന് പറയുന്ന കാര്യം, അന്തർമുഖത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ അന്തർമുഖം ഉണ്ടല്ലോ, ബഹിർമുഖം മാത്രമല്ല, അന്തർമുഖത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോസ്മോളജി ആയിരിക്കും യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ കയ്യിലുണ്ടാവുക. അതുകൊണ്ട് അത് അപൂർണമായിരിക്കും, രണ്ട് ഭാഗവും കാണണം. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ്റെ വീക്ഷണമനുസരിച്ച് ലോകത്തിന് രണ്ട് വശങ്ങളുണ്ട്. ആലിമുൽ ഗൈബി വ ഷഹാദത്തി, അള്ളാഹു തആല എന്ന് മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും അല്ലേ. പിന്നെ ഖുർആനിൽ പറയുന്നത് വെച്ചാൽ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു വനഹനു നുനസ്സിലുഹു ബിഖദരി, നമ്മളെടുത്ത് എല്ലാ വസ്തുക്കളുടെയും ഖജനാവ് നമ്മളെടുത്തുണ്ട്, അതിൽ നിന്ന് ഒരളവനുസരിച്ച് നമ്മൾ ഭൂമിയിലേക്ക് ഇറക്കണുള്ളൂ എന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ലോകത്തേക്ക് അള്ളാഹു തആല ഇറക്കണ സകല വസ്തുക്കളും ഗൈബ് ലോകത്ത് നിന്ന് ബാഹ്യലോകത്തേക്ക്, അപ്പം ആലമുൽ ഗൈബിൽ നിന്ന് ആലമുൽ ഷഹാദത്തിലേക്ക് വരിക ചെയ്യണത്. എല്ലാറ്റിൻ്റെയും അസ്തിത്വം അവിടെയാണുള്ളത്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു, അതിൻ്റെ ശേഖരം അവിടെയാണുള്ളത്, അള്ളാഹിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ വീക്ഷണമനുസരിച്ച് പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ, ലോകത്തെ മനസ്സിലാക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ തിയോളജി പ്രകാരം ലോകത്തെ മനസ്സിലാക്കുമ്പോൾ വളരെ എൻറ്റയർലി ഡിഫറൻ്റാണ്, വളരെ വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ വളരെ വ്യത്യസ്തമാണ്. അവർ അന്തർമുഖത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, ആലമുൽ ഗൈബിലേക്ക് പ്രവേശിക്കുന്നില്ല. ഖുർആൻ്റെ പഠനമനുസരിച്ച് എല്ലാ കാര്യങ്ങളുടെയും ബേസ് അവരുടെ ഒരു വിശാലമായ പ്രപഞ്ചത്തിലേക്ക് തന്നെ അവർക്ക് എത്താൻ പറ്റണില്ല. അവർ വളരെ അത് കേവലം അവരുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പരിമിതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ്റെ വെളിപാടിനെ ഇവിടെ ഉടമ്പള്ളി സൂചിപ്പിച്ചല്ലോ, അവസാനം നമ്മൾ എത്തേണ്ടത് യാഥാർത്ഥ്യം, റിയാലിറ്റി അറിയാൻ അവസാനം എത്തിച്ചേരേണ്ടത് അവിടെ തന്നെയാണ്. അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് വെളിപാടിൻ്റെ ലോകത്തിൻ്റെ ഉത്ഭവത്തെ പറ്റി മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അത് മനസ്സിലാക്കാനും കൂടുതൽ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ പറ്റും സയൻസിനെ കൊണ്ട്. നല്ല പദങ്ങൾ തരാനും നല്ല ടേംസ് തരാനൊക്കെ സയൻസിനെ കൊണ്ട് സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സയൻസിൻ്റെ ടേംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സയൻസിൻ്റെ പഠനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ആണ് യാഥാർത്ഥ്യം അതാണ്, റിയാലിറ്റി അതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ലോകത്ത് തിരിച്ച് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയും പിന്നെ അത് അവർക്ക് മാറ്റേണ്ടി വരിക ചെയ്യുക. കാരണം അത് യാഥാർത്ഥ്യമാണ്, തെളിയിക്കാൻ സാധിക്കില്ല, ആർക്കും തെളിയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ
യുക്തിവാദികൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടിപ്പോൾ പിന്നെ അതേപോലെ തന്നെ സൃഷ്ടിയിൽ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലുള്ള വൈവിധ്യങ്ങൾ അല്ലേ, പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ആസ് എ ഹോൾ ആകെ ഒരു യൂണിവേഴ്സലായിട്ടാണ് കാണേണ്ടത്. ഈ യൂണിവേഴ്സലായിട്ട് കാണാത്തത് കൊണ്ടാണ് ഇപ്പോൾ ജാമിദ ടീച്ചർ അടക്കം ചോദിച്ചില്ലേ, AT കോവൂർ മുതൽക്ക് ജാമിദ ടീച്ചർ വരെയുള്ള എല്ലാവരും ചോദിച്ചത് എന്താണ് ദൈവം അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നന്നായിട്ട് മനോഹരമായിട്ട് സൃഷ്ടിക്കണവനാണ്. ഏറ്റവും മനോഹരമായിട്ട് സൃഷ്ടിക്കണവനാണെന്ന് പറഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ലോകത്തിൻ്റെ പല ഭാഗത്തും അംഗഭംഗമുള്ള ആൾക്കാർ, 4 കൈയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ചിലർ വളരെ വികൃതമായ രൂപമുള്ള ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അല്ലേ ലോകത്ത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു തആല അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയാൻ പറ്റുക, ഏറ്റവും സുന്ദരമായി സൃഷ്ടിക്കണവനാണെന്ന് പറയാൻ പറ്റുക എന്ന് ചോദിക്കണതിനും ഇതന്നെ കാരണം ലോകത്തെ മനസ്സിലാക്കുമ്പോഴും പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോഴും മനുഷ്യരാശിയെ മനസ്സിലാക്കുമ്പോഴും ഒക്കെ ഉള്ള ഈ സമഗ്രമായിട്ടുള്ള ഉൾക്കൊള്ളലില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ സമഗ്രമായിട്ട് ചില അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണേണ്ട ചില സമഗ്രമായ കാഴ്ചപ്പാടുകളുണ്ടാവും. ആസ് എ ഹോൾ മുഴുവനായിട്ട് ലോകത്തെ സമഗ്രമായിട്ട് കാണുമ്പോഴേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരാളെ തലയിൽ മുടിയുണ്ട്, കറുത്ത മുടിയുണ്ട്, അപ്പോൾ ഓനെ പറ്റി ആ മുടിമേലേക്ക് മാത്രം നോക്കിയാണ്ട് ഓൻ കറുത്തിട്ടാന്ന് പറയാൻ പറ്റൂലല്ലോ. ആ മുടി കറുത്തിട്ടാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഓൻ്റെ തലയിലുള്ള മുടി ഓൻ്റെ ശരീരം ആകെ നോക്കിയിട്ടാണ് ഓന് സുന്ദരനാണോ വിരൂപനാണെന്ന് തീരുമാനിക്കുക. അതേപോലെ ലോകത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരാന പറയാണ് ഞാൻ എന്തോ ഒരു ഇടങ്ങേറിലാണിപ്പോൾ, ഞാൻ എത്രങ്ങാനും വലിപ്പമാണ്, ഈ വലിപ്പം കൊണ്ട് ഞാൻ സ്വയിപ്പാകാണ്, എവിടെ ചെന്നാലും എനിക്ക് ഒളിച്ചാൻ പറ്റണില്ല, എല്ലാവരും എന്നെ കാണുകയാണ്, എന്നിട്ട് എന്നെ ആട്ടുകയാണ്, വെടിവെക്കുകയാണ്, എന്നെ വെടി പൊട്ടിച്ചാണ് എന്നെ ആട്ട് ഒച്ച ഉണ്ടാക്കി പറഞ്ഞേക്കാണ്. ആ ഉറുമ്പിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചേക്കാണ്, ആരും കാണില്ല, എത്ര സുഖമായിട്ടാണ് ആ ഉറുമ്പ് ജീവിക്കണത്. എൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ട് ഞാൻ ഇടങ്ങേറാകുന്നത് എത്രയാണ്, ആ ഉറുമ്പിന് ഇത്തരത്തിലുള്ള ഇടങ്ങാറൊന്നുമില്ലല്ലോ എന്ന് ആന അങ്ങനെ പറയാം. അങ്ങനെ പോണ സമയത്തേക്കാരെ ആന ഉറുമ്പിനെ ചവിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഉറുമ്പ് പറയാം, എൻ്റെ ഒരു കഷ്ടകാലം ഒന്ന് ആലോചിച്ചേക്കാൻ നിങ്ങൾ, ഞാൻ ഇത്ര ചെറിയതായതുകൊണ്ട് ആരും എന്നെ കാണില്ല, അപ്പോൾ ആന എന്നെ ചവിട്ടി കൊല്ലുകയാണ്. കുറച്ചൊരു വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ കാണൂലായിരുന്നോ, ദൃഷ്ടിപ്പെടൂലായിരുന്നോ. അപ്പോൾ ഉറുമ്പിൻ്റെ ചെറുപ്പവും ആനയുടെ വലിപ്പവും രണ്ടും ചേർത്ത് കാണുമ്പോഴേ അതാണ് സാർവത്രികമായിട്ട് കാര്യങ്ങൾ കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വൈരൂപ്യം എന്ന് പറയുന്നതും വിചിത്രത എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആളുകളുടെ ഈ അംഗഭംഗം വന്നിട്ടുള്ള ആൾക്കാർ, ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു പ്രപഞ്ചത്തെ ആകെ കൂടെ എടുത്തുകൊണ്ട് സമഗ്രമായിട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് കിട്ടുള്ളൂ. എന്ന് മാത്രമല്ല ദുനിയാവും ആഖിറവും സമഗ്രമായിട്ട് കാണണം. ഈ ദുനിയാവിനെ പറ്റി ദുനിയാവിൽ മാത്രം വെച്ചുകൊണ്ട് കാണുകയാണ് യുക്തിവാദികൾ അങ്ങനെ ചെയ്യണത്, അവരുടെ ലോകവീക്ഷണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും സമർത്ഥിക്കും ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിഹലോകവും പരലോകവും കൂടിയ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. ഈ ലോകവും പരലോകവും കൂടിയ ഒരു കാഴ്ചപ്പാട് വേണം. ഈ ലോകത്ത് വെച്ച് മാത്രം നിർത്തിക്കൊണ്ടേക്കാരം അവർ സംസാരിക്കുക. ഇവിടെ എന്താ അങ്ങനെ, ഇവിടെ എന്താ പട്ടിണി, ഇവിടെ എന്താ ദാരിദ്ര്യം, ഇവിടെ കണ്ടോ പ്രളയം, ഇവിടെ കണ്ടോ വരൾച്ച. അപ്പോൾ ഒരു വരൾച്ചയെ മാത്രം കണ്ടുകൊണ്ട്, പ്രളയത്തെ മാത്രം കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ പട്ടിണിയെ മാത്രം കണ്ടുകൊണ്ട്, അതൊക്കെ ഈ ലോകത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകവും പരലോകവും ചേർത്ത് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.